ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ എക്സ്പ്രോ ആണ് വണ്ടി. വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വണ്ടിയുടെ ഓയിൽ ലെവൽ കുറഞ്ഞു പോവാം, അതായത് പുകയുടെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റണാണ് കംപ്ലയിൻറ്റ്. അതായത് പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന സിലിണ്ടറിൻ്റെ ബോറിനകത്ത്, ഈ ബോർ എന്ന് പറയുന്ന യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ല സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു കണ്ണാടി ജെല്ല് പോലെ യാതൊരു കേടോ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ലാത്ത ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 1-2 സ്ഥലത്ത് നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ റെഡ് മാർക്ക് ചെയ്താണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 1-2 സ്ക്രാച്ചസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. 2 സൈഡിലായിട്ട്, അടിയിലുണ്ട് മുകളിലുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് പിസ്റ്റണിൻ്റെ റിങ്സ് എന്ന് പറഞ്ഞ ആ ഇത് കവർ ചെയ്യാതെ പോകും. കവർ ചെയ്യാതെ വരുമ്പോൾ ആ ഓയിൽ കറക്റ്റ് ഫേസിലേക്ക് കയറി വരാം, അതായത് പിസ്റ്റണിൻ്റെ ടോപ്പ് സൈഡിലേക്ക് കയറി വരും. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ കൂടെ കയറി കത്തി, ഓയിലും പെട്രോളിൻ്റെ കൂടെ കയറി കത്താൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കത്തിയിട്ടാണ് വന്നേക്കണ കംപ്ലയിൻ്റാണ് അതിൻ്റെ ഉള്ളിൽ. ഹെഡിൻ്റെ അകത്ത് പ്ലഗിനകത്തൊക്കെ കയറി പിടിച്ചിരിക്കണല്ലോ. കാരണം അത്യാവശ്യം ആ രീതിയിലാണ് നിലവിൽ കംപ്ലയിൻറ്റ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് മാറും. ഈ സിലിണ്ടറും ഈ പിസ്റ്റണും കൂടി കിറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് മാറിക്കോളും. പക്ഷെ നമുക്ക് ഈ പിസ്റ്റൺ കണക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റിനെയാണ്, അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് കാണുന്നതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ കറക്റ്റ് ആ സെൻട്രൽ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഷെയ്ക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി അഴിക്കണ സമയത്ത് വണ്ടിക്ക് സൗണ്ട് വ്യത്യാസമോ എൻജിൻ്റെ സൗണ്ട് വ്യത്യാസമോ കാര്യങ്ങളോ നിലവിലില്ല. പക്ഷെ നമ്മൾ ഇതുമേക്ക് ഈ ഇത്രയും ഷെയ്ക്കുള്ള ഈ കണക്റ്റിംഗ് റോഡുമേക്ക് പുതിയ പിസ്റ്റൺ കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കിപ്പം നിലവിൽ എൻജിൻ കംപ്രഷൻ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ റിങ്സിൻ്റെ ഭാഗത്ത് അവിടെ ലീക്ക് ഉണ്ടാവും, വാൽവിനകത്ത് ലീക്ക് ഉണ്ടാവും. ഇതൊക്കെ നമ്മളിപ്പോൾ പുതിയത് മാറ്റിയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് എൻജിൻ കംപ്രഷൻ ഹൈ ആവുകയും നമ്മൾ സാധാരണ ഒരു കണ്ടീഷനിലേക്ക് വരികയും ഈ കണക്ട് റോഡിനൊക്കെ അത്യാവശ്യം ലോഡ് വരികയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കംപ്ലയിൻറ്റ് ഈ ഒരു ഐറ്റത്തിന് ഇപ്പം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു ഐറ്റം കംപ്ലയിൻറ്റ് പിന്നീട് കാണിച്ചാൽ, അതായത് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യത കൂടുതലാണ്. പറയാൻ കാരണം അതിന് അത്രയും ഷെയ്ക്ക് കാണുന്നുണ്ട്, ഇത്രയും ഷെയ്ക്ക് കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ബൈ ചാൻസ് അതിൻ്റെ ഉള്ളിൽ വന്ന നീഡിൽ ബെയറിംഗ് ആണ്, ആ ബെയറിങ്ങും അതിൻ്റെ ആ പിന്നിനും തേമാനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻജിൻ ക്രാങ്കിൻ്റെ കണ്ടീഷൻ മോശമാവും. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത സിലിണ്ടർ പിസ്റ്റൺ അതുപോലെ സെറ്റ് ചെയ്യുന്ന പിസ്റ്റണും അതിൻ്റെ സിലിണ്ടറും വീണ്ടും സ്ക്രാച്ച് വന്നിട്ട് അത് നമുക്ക് നഷ്ടം വന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യണമായിരിക്കും ബെറ്റർ. ഞാൻ ആദ്യത്തെ കണ്ടീഷനിൽ ജസ്റ്റ് വണ്ടി ഓടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന കംപ്ലയിൻറ്റ് പുകയുടെ പ്രശ്നമാണ്. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതിയില്ലേ എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചതാണ്. കാരണം ഞാൻ അത് മാത്രം മതിയില്ലോ എന്നുള്ള കണ്ടീഷൻ നമ്മൾ കയറ്റി അഴിക്കണതും. അതിന് ശേഷമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് അഴിച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാം. കാരണം ഇതിപ്പോൾ നമ്മൾ സിലിണ്ടർ പ്രശ്നമൊക്കെ മാറ്റി കയറ്റുമ്പോഴും നമുക്ക് ഏകദേശം ഒരു കോസ്റ്റ് വരും. പിന്നെ അതിനും പുറമെ നമുക്ക് വീണ്ടും നമ്മൾ ഓടി അത്യാവശ്യം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ഈ മുടക്കിയ പൈസ നമുക്ക് നഷ്ടമാണ്. തന്നെയല്ല ഈ പിസ്റ്റണ സിലിണ്ടറൊക്കെ ഡാമേജിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ആ ചെയ്ത പണി പാഴ്പണിയാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാം. അതല്ല ഇപ്പോൾ ഒന്നോരെ നമുക്ക് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ക്ലിയറായിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കി, അതായത് ഈ ഒരു പ്രോബ്ലം കൂടിയും ഇല്ലാത്ത രീതിയിൽ 1 വർഷത്തെ ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഈ സിലിണ്ടർ പിസ്റ്റൺ എന്ന് പറയുന്ന യൂണിറ്റ് ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്കിപ്പോൾ പുകയുടെ പ്രശ്നം മാത്രം മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടർ പിസ്റ്റൺ എന്ന് പറയുന്ന യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. പിസ്റ്റൺ മാറ്റണം, സിലിണ്ടർ ഇത് ബോർ ചെയ്തെടുക്കുക, വാൽവ് സീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പുകയുടെ പ്രോബ്ലം സോൾവ് ആവും. പക്ഷേ അപ്പോഴും ഈ ഇരിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് പിന്നീട് റിപ്പീറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയത് മാറ്റിയിടുന്നതിൻ്റെ അത്രയും സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് വന്ന ചിലവ് കാര്യങ്ങളൊക്കെ അപ്പോഴും നഷ്ടത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ അതെന്തായാലും ആദ്യം വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അതിന് ശേഷം നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സജഷൻ പറയാം. അതെങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതും പ്രകാരം നമുക്കത് ചെയ്യാം. ഇതഴിച്ച് എൻജിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ വരാമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ചെയിനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറേ ഓടിക്കഴിയുമ്പോൾ സാധാരണ രീതിയിൽ തന്നെ നമുക്കത് മാറ്റേണ്ടി വന്ന പാർട്സുകളാണ്. അപ്പോൾ അത്
എൻജിൻ അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഈ ക്യാം ചെയിൻ എന്ന് പറയാൻ ടൈമിങ് ചെയിൻ എന്ന് പറയും. ആ കിറ്റ് നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് അഴിച്ച് നോക്കുമ്പോൾ ക്ലച്ച് ഡിസ്കിന് എന്തെങ്കിലും തേമാനം ഉണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്ക് നമുക്ക് ചേഞ്ച് ചെയ്തിടേണ്ടി വരും. അതേപോലെ ഗിയർ ബോക്സിൻ്റെ നമ്മൾ മൊത്തത്തിൽ അഴിക്കുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകളൊക്കെ മാറ്റിയിട്ടാണ് പുതിയ ബെയറിങ് ഇട്ടിട്ടാണ് പിന്നെ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അപ്രകാരം ചെയ്തു വരുമ്പോൾ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 10 രൂപ 12 രൂപ റേഞ്ചിലൊക്കെ നോർമൽ രീതിയിൽ സാധാരണ വരാറുണ്ട്. ഒരു 12,000 രൂപയൊക്കെ പ്രതീക്ഷിക്കാം. കറക്റ്റ് നമുക്കതിൻ്റെ പാർട്സുകളുടെ റേറ്റ്, അതായത് ലെയ്ത്തിൽ വന്ന എമൗണ്ടിൻ്റെ റേറ്റൊക്കെ നോക്കിയാലാണ് കൃത്യമായിട്ടൊരു ഫിഗർ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഏകദേശം ഒരു 12 രൂപയുടെ അടുത്തൊക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തായാലും ഒന്ന് നോക്കിയിട്ട് പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ അഴിച്ചപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നാൽ ഞാൻ ഓൾറെഡി ഈ രീതിയിൽ തന്നെ നിർത്തിയേക്കാണ്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് എനിക്ക് ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഒരു ഇത് വരുമ്പോഴത്തേക്കും 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം. അപ്പോൾ അത്രയും കേസുകൾ ഇല്ലാതിരിക്കാനായിട്ട് ചെയ്തു പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓയിൽ ഓൾറെഡി കത്തിയേക്കുന്നതുകൊണ്ട് തന്നെ ഓയിൽ ലെവൽ കുറഞ്ഞിട്ട് ഓടിയിട്ടുണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓയിൽ പമ്പിങ് കിട്ടാതെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഈ ബെയറിങ്ങിൻ്റെ ഉള്ളിൽ ചെറിയ സ്ക്രാച്ച് പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ടൊന്നും ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിലും പിന്നെ ബാക്കിയത്തെ പെട്ടെന്നായിരിക്കും കംപ്ലയിൻറ്റ്സ് വരാം. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കി പോകണമായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. എസ്റ്റിമേറ്റിൻ്റെ കേസ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷം ചെയ്യുന്നുണ്ടെങ്കിൽ അഴിച്ചതിന് ശേഷം ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് നമുക്ക് തരാൻ പറ്റും. അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.